ബട്ടർ സ്കോച്ച് ഗ്വാവ ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് പഞ്ചസാര നിരത്തിയിട്ട് കൊടുക്കുക. അതിലോട്ട് ഒരിത്തിരി വെള്ളം കൂടെ ഇട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇളക്കരുത്, സ്പൂൺ വെച്ച് ഇളക്കരുത്. ഒരു മുറി നാരങ്ങാനീര് അതിനകത്തോട്ട് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കാരമലൈസ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി സ്പൂണും കൊണ്ട് ഇളക്കാതെ തന്നെ അത് കാരമലൈസ് ആയി തുടങ്ങുമ്പം നമ്മൾ പാത്രം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പൂണും കൊണ്ട് ഇളക്കരുത്. കളർ ഒരുവിധം നന്നായിട്ട് മാറി ബ്രൗണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കാം. തീ ഒത്തിരി ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു പതയെല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ഇളക്കുക. ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു 30 ml പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ സ്കോച്ച് സിറപ്പാണ് ഉണ്ടാക്കുന്നത്, ഷേക്കിന് വേണ്ടിയിട്ടാണല്ലോ. പാലിന് പകരം ഫ്രഷ് ക്രീമോ മിൽക്ക് മെയ്ഡോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് തിക്കായിട്ടിരിക്കും. നമുക്ക് കേക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരയ്ക്ക കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് 1 സ്പൂൺ പഞ്ചസാരയും ഇത്തിരി പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് എന്നിട്ട് അരിച്ചെടുക്കാം. അതിൻ്റെ കുരുവൊക്കെ പോകാൻ വേണ്ടി നന്നായി അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇപ്പോൾ പേരയ്ക്കയുടെ സീസൺ ആണല്ലോ. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.